എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണമുണ്ട്, കുറച്ച് വീട്ടിലും ബാക്കി ലോക്കറിലും. അച്ചോ, സ്വർണത്തിനൊക്കെ 1,03,000 രൂപ ആയി എന്ന് പറയുന്നു. 1,40,000 വരെ എത്തുമെന്നാണ് പറയുന്നത്. അച്ഛന് എന്താണ് തോന്നുന്നത്? ഞാൻ ചോദിച്ചു, അമ്മച്ചി സ്വർണമൊക്കെ ധാരാളം ഉണ്ടോ? അമ്മച്ചി മറുപടി പറഞ്ഞു, അച്ചോ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. കോട്ടയം പാല സൈഡിൽ നിന്നും മലബാറിലേക്ക് കുടിയേറി പാർത്തു. മക്കളെയൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ പറഞ്ഞയച്ചു. ചെറുപ്പം മുതൽ തന്നെ ഞാൻ കൂലിപ്പണിക്ക് പോയും വീട് വൃത്തിയാക്കാൻ പോയും കയ്യാലപ്പണിക്ക് കല്ലുകൾ പറക്കിക്കൊടുത്തും ഓലമെടഞ്ഞും അങ്ങനെയാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് പോയത്. അച്ചോ, എനിക്കിപ്പോൾ ഏകദേശം 85 വയസ്സ് പ്രായമായി. ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, സ്വർണത്തിന് വില കൂടിയല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വർണമെല്ലാം വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടും. പക്ഷേ അച്ചോ, വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളുണ്ട്, രോഗങ്ങളുണ്ട്. ഇനി എത്ര നാളിങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കയ്യിലുള്ളതെല്ലാം വിറ്റ് ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സ്നേഹമുള്ളവരെ, ജീവിക്കാൻ മറന്നുപോയ ചില വ്യക്തികൾക്കൊക്കെ ഉദാഹരണമാണ് ഈ അമ്മച്ചി. പ്രിയപ്പെട്ടവരെ, ജീവിതം സുന്ദരമാണ്. ഈ സുന്ദരമായ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാനുള്ള പ്രയാണത്തിൽ ഒന്ന് പോസ് ചെയ്യുക, ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എനിക്ക് ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഈ പുതുവത്സരത്തിൽ ഒരു തീരുമാനമെടുക്കാം, ദൈവം തരുന്ന ആ കഴിവ് ഉപയോഗിച്ച് അധ്വാനിക്കുവാനായിട്ട്. അങ്ങനെ സുന്ദരമായ സന്തോഷമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട്. സർവോപരി പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല, കള്ളന്മാർ അപഹരിക്കുകയില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് കൊടുക്കാം. ആത്മീയ നിക്ഷേപങ്ങൾ, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സുന്ദരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി ഈ പുതുവത്സര ദിനങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.